എന്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും. PC ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചു കാലം മുൻപ് പറഞ്ഞ വാക്കുകളാണിത്. PC അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കാക്കിയിരിക്കുന്നു. പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നത് വസ്തുത. പക്ഷേ PC ജോർജിന്റെ കുടുംബം വെറുതെ ഇരുന്നില്ല. പീഡനക്കേസിൽ പിണറായിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് ഇറങ്ങി. ഇതിന്റെ ആകെത്തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ്. അതായത് PCയെ അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയവരെയെല്ലാം വെട്ടിലാക്കുന്ന പോരാട്ടം പൂഞ്ഞാറിലെ കുടുംബം തിരിച്ചു നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വരികയാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ. CMRൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തടവും പിഴശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണ വിജയന്റെ കമ്പനി നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പഴയ കൊന്തശാപം ചർച്ചകളിൽ എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ T വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി പരാതിക്കാരനും PC ജോർജിന്റെ മകനും ജനപക്ഷം നേതാവുമായ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് താൻ എത്തിക്കും. ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനി ഓഫ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി ഷോൺ ജോർജിന്റേത് മാത്രമാണ്. മുമ്പ് സമാന രീതിയിൽ പല ഇടപെടലും PC ജോർജ് നടത്തിയിട്ടുമുണ്ട്. പല അഴിമതികളും പുറത്തു വന്നു. അതേ നേതാവിന്റെ മകനാണ് ഷോൺ ജോർജ്. അച്ഛനെ ജയിലിലടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുക്കാനിറങ്ങിയ മകൻ. അച്ഛന്റെ വേദന കണ്ടാണ് നിയമത്തിന്റെ വഴിയെ ചിലരെ തുറന്നു കാട്ടാൻ ഷോൺ തീരുമാനിച്ചത്. അത് എക്സാലോജിക്കിനെതിരായ നീക്കമായി. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴും പിടിക്കപ്പെടുക. അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. CMRലുമായി ബന്ധപ്പെട്ട ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശ PV പിണറായി വിജയൻ തന്നെയാണെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുന്നു. 2023 സെപ്റ്റംബർ 29 താൻ പരാതി നൽകി. ഈ മാസം 5 CMRലും KSIDCയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത്. ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി. അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട്. 6 മാസമായി സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നിരീക്ഷിക്കുകയാണ്. ഫോണും ചോർത്തുന്നുണ്ടായെന്ന് ഷോൺ ജോർജ് പറയുന്നു. ഇതിനിടെ കോടിയേരിയുടെ മകൻ ബിനീഷിനെ വിവാദത്തിൽ കുടുക്കാൻ സൈബർ സഖാക്കൾ ശ്രമിച്ചു. ഈ കേസിനെ കുറിച്ച് ഫോണിൽ പോലും ബിനീഷ് കോടിയേരിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും ഷോൺ പറയുന്നുണ്ട്. ബിനീഷ് കോടിയേരി അടുത്ത സുഹൃത്താണ്. പക്ഷേ ഫോണിൽ പോലും ബിനീഷുമായി ചർച്ച നടത്തിയിട്ടില്ല. ഈ കേസിനെ തങ്ങളുടെ സൗഹൃദമായി കൂട്ടിക്കുഴയ്ക്കേണ്ട. എനിക്ക് എൻ്റെ രാഷ്ട്രീയം, അവർക്ക് അവരുടെ രാഷ്ട്രീയം. ഇതാണ് ഈ വിവാദത്തിൽ ഷോണിന്റെ പ്രതികരണം. ഏതായാലും ഷോൺ ജോർജിന്റെ അമ്മയുടെ കൊന്തയുടെ ശക്തി വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ്. എക്സാലോജിക്കിനെതിരായ വിവാദങ്ങൾക്ക് പിന്നിൽ ഷോൺ ജോർജിന്റെ സാന്നിധ്യമാണ് ഈ അമ്മയുടെ പ്രാർത്ഥനയെ വീണ്ടും ചർച്ചകളിൽ നിർത്തുന്നത്. 2022 ജൂലൈയിൽ കൊന്ത ചർച്ചയിൽ വന്നിരുന്നു. PC ജോർജിന്റെ ഭാര്യ ഇത്തരം ശാപവാക്കുകൾ പിണറായിക്കെതിരെ ഉന്നയിച്ചത് PC ജോർജിനെ ഒരു കാരണവുമില്ലാതെ പകപോക്കലിന്റെ പേരിൽ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ്. ആ ശാപം പിണറായിയുടെയും മകൾക്കും തലയ്ക്കുമേൽ ഫലിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.